ന്യൂബിയ എന്ന ബ്രാൻഡിൻ്റെ ന്യൂബിയ ടാബ്ലറ്റ് പ്രോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂബിയ ടാബ്ലറ്റ് പ്രോ എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ന്യൂബിയ ടാബ്ലറ്റ് പ്രോയിൽ 10.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. 2.8K റെസൊല്യൂഷനാണ് ഇതിൽ വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2780x1800 ആണ്. പിന്നെ ഇതിൽ LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ടാബ്ലറ്റ് ഏകദേശം 32,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോണുകളിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ LCD പാനൽ എന്നുള്ളത് ഓക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാം, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 525 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.3 mm ആണ്. പിന്നെ മെറ്റൽ ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറാണ് ഈ ടാബിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടേണ്ടതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ല പ്രോസസ്സർ എന്നും പറയാവുന്നതാണ്. പിന്നെ ടാബിൻ്റെ ബേസ് വേരിയൻറ്റ് 8 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12 GB റാമും 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 16 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. UFS 4.0 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. DTS-X സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 13 MP ഒരു ക്യാമറ സെൻസർ വരുന്നുണ്ട്. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഓക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് എന്നുണ്ടെങ്കിലും. പിന്നെ ഫ്രണ്ടിൽ 20 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പം അത്ര മികച്ച ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ അത് ഓക്കെയാണ്. കാരണം ടാബ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമല്ല. ഈ ഒരു സ്പെസിഫിക്കേഷനൊക്കെ ഓക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് എന്നുണ്ടെങ്കിലും. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 10,100 mAh ബാറ്ററിയാണ് വരുന്നത്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഈ ഒരു ടാബ്ലറ്റ് ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2,799 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 32,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഫീച്ചേഴ്സ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കുകളില്ലാത്ത ബാറ്ററി സെറ്റപ്പും തിരക്കുകളില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തിരക്കുകളില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഒരു ടാബ്ലറ്റ് എന്നൊക്കെ പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തോളണം എന്നില്ല. ന്യൂബിയ അവരുടെ റെഡ് മാജിക് സീരീസിൽ വരുന്ന ഗെയിമിംഗ് ഫോണുകൾ മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറ്. ഇതുപോലുള്ള ടാബുകളൊന്നും അധികം ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു ടാബും ലോഞ്ച് ചെയ്തോളണം എന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മിക്കവാറും ന്യൂബിയയുടെ ഈ ഒരു ടാബ്ലറ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ ഒരു ടാബ്ലറ്റ് അവൈലബിൾ ആയേക്കാം. എന്തായാലും ന്യൂബിയയുടെ ടാബ്ലറ്റ് പ്രോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.